പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ ഞായറാഴ്ചയാണ്. പരിശുദ്ധ കുർബാനയിൽ ചെന്ന് പങ്കെടുക്കുമ്പോൾ ആ തിരുവോസ്തിയിൽ കുരിശിൽ പിടയുന്ന ക്രിസ്തുവിൻ്റെ രൂപം കാണാൻ പറ്റിയാൽ നമ്മുടെ പരിശുദ്ധ ബലിയർപ്പണം എത്രമാത്രം നമുക്ക് അനുഭവവേദ്യമാകുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും നാൾ വെറുതെ നമ്മൾ ചെന്ന് ഒരു നാടകം കാണുന്ന കണക്ക് കണ്ടുപോകുന്നൊരു കാര്യം ആ തിരുവോസ്തിയിൽ എൻ്റെ കർത്താവ് ജീവനോടുകൂടെ പിടയുന്നത് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തൊരു മാറ്റമായിരിക്കും ഞാൻ അർപ്പിക്കുന്ന ബലിയിലെന്ന് ആലോചിച്ച് നോക്കിയേ. ആ ബലിയാണ് അർപ്പിക്കണമെന്നേ. എൻ്റെ ദൈവം തൻ്റെ ശരീരവും രക്തവും ഇങ്ങനെ പിച്ചിക്കീറിയ ആൾത്താരയിലിട്ട് തരുന്ന ഒരു പരിശുദ്ധ ബലിയർപ്പണമാണ് നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കണേ. ഇന്ന് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളാണ്. ഈ ഒന്നാമത്തെ വായനയിൽ നമ്മൾ കാണും ദൈവത്തെ വലിയ രീതിയിൽ അവർ ദേഷ്യപ്പെടുത്തുന്നുണ്ട്. തങ്ങളെ ഇത്രമാത്രം പരിപാലിച്ച ഈജിപ്തിൻ്റെ ആ ഒരു അടിമത്തത്തിൽ നിന്ന് തങ്ങളെ പുറത്തു കൊണ്ടുവന്ന ജലം രണ്ടായി ഭാഗിച്ച് സമുദ്രത്തിന് നടുവിലൂടെ വഴിവെട്ടിയ മേഘത്തൂണായും അഗ്നിസ്തംഭമായും അവർക്ക് വഴികാട്ടിയും ചൂടുമായ കാടപ്പക്ഷിയെയും മന്നയെയും വർഷിച്ച് അവർക്ക് ഭക്ഷണം നൽകിയ ആ ദൈവത്തിൻ്റെ പരിപാലനയെ വിസ്മരിച്ച് അവരിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും അവസാനത്തേതായിരുന്നു ഗുരുതരമായിട്ടുള്ളത്. സ്വർഗത്തിൻ്റെ അപ്പമായ മന്ന അവർക്ക് വർഷിച്ചു കൊടുത്തിട്ട് ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷേ പിന്നീട് അവർ പറഞ്ഞു തുടങ്ങി, ഈ വിലകെട്ട അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. ഇസ്രായേൽക്കാരുടെ നാവിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത ഗുരുതരമായിട്ടുള്ള നന്ദികേടാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വിലകെട്ട അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. അവരുടെ ജീവൻ്റെ വിലയാണ് മന്നയ്ക്ക്. വിലകെട്ട അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. അതോടുകൂടെ കർത്താവിൻ്റെ ക്രോധത്തിൽ നിന്ന് വരുന്നത് ആഗ്നേയ സർപ്പങ്ങളാണ്. പറന്ന് നടന്ന് കൊത്തുന്ന സർപ്പങ്ങൾ, ആഗ്നേയ സർപ്പങ്ങൾ, തീ തുപ്പുന്ന സർപ്പങ്ങൾ, കണ്ണിൽ കാണുന്നവരെ എല്ലാവരെയും കൊത്തി മരണത്തിലേക്ക് പോകുന്ന ജനങ്ങളെ നോക്കി മോശ നിൽക്കുന്നുണ്ട് കർത്താവിൻ്റെ മുന്നിൽ. കർത്താവെ, എന്താണിത്? അവസാനം മോശയുടെ മധ്യസ്ഥം വഴിയായിട്ട് കർത്താവ് സന്ധിയിലെത്തിച്ചേരുന്നുണ്ട്. ഒരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കി മരുഭൂമിയിൽ ഉയർത്തി നിർത്തുക. അതിനെ നോക്കുന്നവൻ ജീവൻ പ്രാപിക്കും. അതങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട്. പിന്നീട് അത് ആ ഒരു സർപ്പത്തെയൊക്കെ നശിപ്പിച്ച് കളയാനൊക്കെ കർത്താവ് തന്നെ ആവശ്യപ്പെടുന്നത് നമ്മൾ കാണും. എന്തായാലും ഇത് ജീവൻ നൽകുന്നത്, ഉയർത്തപ്പെട്ട ആ പിത്തള സർപ്പത്തിൻ്റെ രൂപം ഈ സർപ്പദംശനമേറ്റ മനുഷ്യരെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതുപോലെ പരിശുദ്ധ കുർബാനയുടെ കാര്യം എടുക്കുക. ആദ്യ കുർബാന സ്വീകരിച്ച നാളുകളിൽ എന്തൊരു തീക്ഷ്ണതയായിരുന്നു നമുക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. അവരെ തന്നെ നോക്കിയാൽ മതി, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ കാര്യമൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. നമ്മൾ ആദ്യകാലങ്ങളിൽ എന്തൊരു തീക്ഷ്ണതയായിരുന്നു നമുക്ക് ഓടി വരാനായിട്ട്, ആ വെള്ള ഉടുപ്പിട്ട് തന്നെ ഇട്ടുകൊണ്ട് പരിശുദ്ധ ബലിക്കായിട്ട് നേരത്തെ വരാനായിട്ട്. വസ്ത്രം മുഷിഞ്ഞു തുടങ്ങുമ്പോൾ പരിശുദ്ധ കുർബാനയിലോടുള്ള അകൽച്ചയും നമുക്ക് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പതിയെ മക്കളടക്കം പറയുന്നുണ്ട്, എന്തിനാ കുർബാന എല്ലാ ദിവസവും പോകുന്നത്, എന്തിനാ? ഈ വിലകെട്ട അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. ഇസ്രായേൽക്കാരുടെ അതേ വാക്കുകൾ നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. മടുത്തു, എന്തിനാ എല്ലാ ദിവസവും പോണേ? ഇനി അതിൽ നിന്നൊരു മോചനം കിട്ടണമെങ്കിൽ ആ ഉയർത്തപ്പെട്ട കുരിശിലേക്ക് നോക്കണം. അച്ഛൻ അതാ ആദ്യം പറഞ്ഞത്. ആ തിരുവോസ്തിയിൽ എനിക്ക് വേണ്ടി പിടഞ്ഞു മരിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ തിരുസ്വരൂപം കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വെറുതെ ഗോതമ്പപ്പമല്ല. അതിനകത്ത് ഇങ്ങനെ എനിക്ക് വേണ്ടി നിന്നാപമാനങ്ങളേറ്റ കർത്താവിൻ്റെ മുഖം കാണാൻ പറ്റിയാൽ, നിസ്സഹായനായി കുരിശിൽ പിടയുന്ന എൻ്റെ കർത്താവിൻ്റെ തിരുമരണം കാണാൻ പറ്റിയാൽ, എനിക്ക് പിന്നെ ആ തിരുവോസ്തിയെ വെറും ഒരപ്പമായിട്ട് കാണാൻ പറ്റില്ല. എൻ്റെ ജീവൻ്റെ വിലയാണത്. എൻ്റെ ജീവൻ വീണ്ടെടുക്കാൻ വേണ്ടി അവൻ കുരിശിൽ ക്രൂരമായ പീഡകളേറ്റതിൻ്റെ ബലിയാണത്. അതുകൊണ്ട് തന്നെ വെറുതെ കളിയായിട്ടോ തമാശയായിട്ടോ നാടകമായിട്ടോ നമുക്ക് കാണാൻ പറ്റില്ല. പരിശുദ്ധ കുർബാനയെ അവഹേളിക്കാൻ പറ്റില്ല. വിലകെട്ടപ്പം തിന്ന് ഞങ്ങൾ മടുത്തു എന്ന് പറഞ്ഞ് പരാതി പറയാൻ പറ്റില്ല. സമയമില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് വരാതിരിക്കാൻ പറ്റില്ല. എൻ്റെ കർത്താവ് കുരിശിലർപ്പിച്ച ഒറ്റമുറിവായിട്ട് മണിക്കൂറുകളോളം തൂങ്ങിയാടി എനിക്ക് വേണ്ടി അർപ്പിച്ച ബലിയാണെന്നേ അത്. രാവിലെ 9 മണി മുതൽ ഏതാണ്ട് ഉച്ചയ്ക്ക് 3 മണി വരെ നീണ്ട പീഡാനുഭവങ്ങളുടെ ഒരു ബലിയാണ് നമ്മൾ വന്നിരുന്ന ഫാനിൻ്റെ അടിയിൽ മാത്രമേ ഞങ്ങൾ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അർപ്പിച്ചുകൊണ്ടിരിക്കണത്.
ഇത്തിരി ചൂട് കൂടിയാൽ ഇരിക്കാനായിട്ടൊരു കസേര കിട്ടിയില്ലെങ്കിൽ എന്തൊരു പരാതികളാണ് നമുക്ക്. പറഞ്ഞില്ലേ, രാവിലെ 9 മണി തുടങ്ങി വൈകുന്നേരം 3 മണി വരെ കർത്താവ് കുരിശിന്മേൽ പിടഞ്ഞു തൂങ്ങി അർപ്പിച്ച ഒരു ബലി എനിക്ക് 1 മണിക്കൂർ ഒരിത്തിരി നട്ടെല്ല് പൊട്ടി പരിശുദ്ധ ബലി അർപ്പിക്കണമെന്ന് ഡാനിയേലച്ചനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് വേണമെന്നേ. കാരണം ആ ബലിയുടെ രീതി അതാണ്. സ്വസ്ഥമായിട്ട് ശാന്തമായിട്ടിരുന്ന് ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടി അർപ്പിക്കേണ്ട ഒരു ബലിയല്ല അത്. എനിക്ക് വേണ്ടി കർത്താവ് അത്രയും വേദന സഹിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി അവൻ കുരിശിൽ ഉയർത്തപ്പെട്ടതിൻ്റെ ഓർമ്മയാണ് നമ്മളിത് ആഘോഷിച്ചുകൊണ്ടിരിക്കണേ. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രയാസപ്പെട്ടൊരു നേരത്ത് കുരിശ് എന്ന ചിഹ്നം വഴികാട്ടിയാവുന്നു. ആ കുരിശെന്ന ചിഹ്നം വഴിയായിട്ട് അയാൾ വലിയൊരു യുദ്ധം ജയിക്കുന്നു. കത്തോലിക്ക സഭയുടെ മോചനത്തിനത് കാരണമാകുന്നു. അതുകൊണ്ടാണ് ഈ ഒരു തിരുനാൾ ആഘോഷിക്കപ്പെടുന്നത്. ഈ കുരിശ് വഴി മാത്രമാണ് നമ്മുടെ വിജയം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഈ വിജയം എന്ന് പറഞ്ഞാൽ തിന്മയെ പരാജയപ്പെടുത്തലാണ്. ഈ പരിശുദ്ധ കുർബാനയോടുള്ള അവേർഷൻ, ഈ ഒരു അവഗണന, പരിഹാസം, നിന്ന ഒക്കെ നമ്മൾ അതിജീവിക്കാൻ പോകുന്നത് ഈ കുരിശെന്ന ശക്തി വഴിയാണ്. വചനം പറയും എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ, എൻ്റെ പുത്രൻ്റെ ചെങ്കോലിനെ സാധാരണ മരക്കഷണങ്ങൾ, തടിക്കഷണങ്ങൾ എന്നതുപോലെ നിങ്ങൾ നിന്ദിച്ചു. ആ കുരിശ് വഴിയായിട്ടാണ് കർത്താവ് ഈ ലോകം വീണ്ടെടുത്തത്, എൻ്റെ ജീവിതം വീണ്ടെടുത്തത്. ആ കുരിശിലേക്ക് നോക്കി നമുക്ക് പരിശുദ്ധ കുർബാനയിലെ കർത്താവിനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് ഒരുങ്ങാം. കർത്താവിൻ്റെ ആ കുരിശിനെ വന്ദിച്ചുകൊണ്ട്, കുരിശിൽ എനിക്ക് വേണ്ടി തൂങ്ങിയാടുന്ന ബലിയായി മാറുന്ന എൻ്റെ തമ്പുരാൻ്റെ തിരുമുൻപിൽ എൻ്റെ ജീവിതം മുഴുവനായി സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹത്തിനായി, ആശീർവാദത്തിനായി തലകുനിക്കാം. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. ആ കുരിശിനെ വന്ദിച്ചിട്ട് ഇന്ന് രാത്രി ഉറക്കത്തിലേക്ക് പോകാം. നാളെ പരിശുദ്ധ കുർബാനയിൽ ആ കുരിശിൽ ബലിയായി മാറിയ ക്രിസ്തുവിനെ ദർശിച്ചുകൊണ്ട് ബലിയർപ്പിക്കാനുള്ള മനസ്സൊരുക്കി നമുക്കുറങ്ങാം. സ്വർഗം അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.